എന്തുകൊണ്ടാണ് കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്നത്? ഇപ്പോൾ മലയാളികൾ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇതാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്തവൻ ആത്മഹത്യ ചെയ്യുന്നില്ല. അതേസമയം കോടികളുടെ മുകളിൽ നിദ്ര കൊള്ളുന്നവൻ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇന്ത്യയുടെ ചരിത്രമെടുത്താൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 4-5 വർഷങ്ങൾക്കുള്ളിൽ എത്രയോ കോടീശ്വരന്മാരാണ് ആത്മഹത്യ ചെയ്തത്. അവയെല്ലാം തന്നെ നമ്മളെ ഞെട്ടിച്ച ആത്മഹത്യകളാണ്. കഫേ കോഫി ഡേയുടെ കോഫി ചെയിനിൻ്റെ ഉടമസ്ഥനായ സിദ്ധാർത്ഥ, പ്രശസ്ത രാഷ്ട്രീയ നേതാവും കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയുമായ എസ് എം കൃഷ്ണയുടെ മരുമകൻ, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഒരു പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. കപ്പൽ ജോയി എന്നറിയപ്പെടുന്ന ലക്ഷം കോടി സ്വത്തിൻ്റെ ഉടമസ്ഥനായ മലയാളിയായ അറക്കൽ ജോയി ഒരു 14 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ജോർജ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബഹുനില മന്ദിരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചു. അത് ചാടിയതാണോ അതോ വീണതാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അത് പൂർണ്ണമായ ഒരു ആത്മഹത്യയായിട്ട് നിർണയിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മരണവും ഈ രീതിയിൽ വളരെ ആകസ്മികമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ ശതകോടീശ്വരനായ CJ റോയിയും. ചിലർ പണം കൊടുക്കാനുള്ള പണത്തിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യതകൾ വന്ന് നിൽക്കാൻ നിവൃത്തിയില്ലാതെയാണ് കപ്പൽ ജോയിയും മറ്റും ആത്മഹത്യ ചെയ്തത്. പക്ഷേ നമ്മുടെ CJ റോയി ആത്മഹത്യ ചെയ്തത് കൊടുക്കാനില്ലാത്ത പണത്തിൻ്റെ പേരിലല്ല, കയ്യിലുള്ള പണത്തിൻ്റെ കണക്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ്. ഇൻകം ടാക്സുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ EDയുടെ മുന്നിൽ ഉള്ള കാശിൻ്റെ കണക്ക് കൊടുക്കാൻ കഴിയാതെയാണ് CJ റോയി ആത്മഹത്യ ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ബാധ്യതകളൊന്നുമില്ല, ഡെപ്റ്റ് ഫ്രീ ബിസിനസ് നടത്തിയിരുന്ന ആളാണ്. അങ്ങനെ കച്ചവടം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ₹1 പോലും പലിശക്കെടുക്കാത്ത കച്ചവടം നടത്തിയിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. പിന്നെ എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം എവിടെ നിന്ന് വന്നു അദ്ദേഹത്തിന് എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലരും പല കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പണം മാത്രം ഒരാളുടെയും ജീവിതം സുരക്ഷിതമാക്കുന്നില്ല. അല്ലെങ്കിൽ ശതകോടീശ്വരന്മാർ എന്തിനാണ് ഒരു ദിവസം തോക്കെടുത്ത് നിറയൊഴിക്കുന്നത്, അല്ലെങ്കിൽ ബഹുനില മന്ദിരത്തിൻ്റെ മുകളിൽ താഴേക്ക് ചാടുന്നത്? ഇത് സമ്പത്ത് എല്ലാത്തിനും ഒരു പരിഹാരമല്ല എന്നുള്ളതിന് തെളിവാണ്. പണമില്ലാത്തവൻ പണമുണ്ടാക്കുന്നു. ₹1 10 രൂപയാക്കുന്നു, 10 രൂപയുള്ളവൻ 100 രൂപയാക്കുന്നു, 100 രൂപയുള്ളവൻ 1000 ആക്കുന്നു, 1000 ഉള്ളവൻ ലക്ഷമാക്കുന്നു, ലക്ഷമുള്ളവൻ അത് കോടിയാക്കുന്നു, കോടിയുള്ളവൻ കോടീശ്വരന്മാരാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്നിലും അവർക്ക് സംതൃപ്തി കിട്ടുന്നില്ല. പണം കൂടുന്തോറും തൃപ്തിയും ആത്മസുഖവും സമാധാനവും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പലരുടെയും ദുരന്തത്തിന് കാരണം. പ്രത്യേകിച്ചും വളരെ പെട്ടെന്ന് അടച്ച് തുറക്കുന്ന വേഗത്തിൽ സമ്പന്നരാകുന്നവരൊക്കെ ഒടുവിൽ ആ പണത്തിൻ്റെ മുകളിൽ തന്നെ തെന്നി വീഴുന്നതായിട്ടാണ് കാണുന്നത്. കഫേ കോഫി ഡേയുടെ ഉടമസ്ഥനായ സിദ്ധാർത്ഥ്, അദ്ദേഹത്തിൻ്റെ മരണം ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ചതാണ്. കാരണം കഫേ കോഫി ഡേ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ചെറുപ്പക്കാരുടെ ഒരു ഹരമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരാജയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ കണക്കുകൾ ഇൻകം ടാക്സുകാരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. മുൻ കർണാടക മുഖ്യമന്ത്രിയായ എസ് എം കൃഷ്ണ പോലും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്നത്. പക്ഷേ എന്നിട്ടും മരുമകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജോയി കേരളത്തിലെ ഏറ്റവും വലിയ വീട് നിർമ്മിച്ച ആളാണ്. 44,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിന് സ്വന്തമായി കപ്പലുകളുണ്ട്. അദ്ദേഹം വലിയൊരു പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരിയാണ്. അതുകൂടാതെ BR ഷെട്ടി എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരൻ്റെ ബിസിനസ് പങ്കാളിയുമായിരുന്നു. പക്ഷേ 1500 കോടി രൂപയാണ് BR ഷെട്ടിയുമായുള്ള ബിസിനസ്സിൽ ജോയിക്ക് നഷ്ടപ്പെട്ടത്.
അതിന് പുറമെ കോവിഡ് കാലത്ത് ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പെട്രോളിയം ബിസിനസ്സും തകരാറിലായി. അപ്പോൾ എത്ര കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ തകരാൻ ഏതാനും നിമിഷങ്ങൾ മതി. അപ്രതീക്ഷിതമായ ഒരു കോവിഡോ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമോ വന്നാൽ മതി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്ന സംഗതി, വളരെ പടിപടിയായി ഉയർന്നു വരികയും അനാവശ്യങ്ങളായ ആർഭാടങ്ങളില്ലാതെ, ധാരാളിത്തമില്ലാതെ, കണ്ണുമഞ്ചിക്കുന്ന ദാടിമൂടികളില്ലാതെയൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് നിന്ന് പിടിച്ച് പോകാൻ കഴിയുന്നുണ്ട്. എന്തൊരു പ്രതിസന്ധി വന്നാലും, എത്ര വലിയ തിരിച്ചടികൾ വന്നാലും അവർക്ക് നിലനിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ അവർക്കതിനെ നേരിടാനുള്ള മാനസികാരോഗ്യമുണ്ട്. പലപ്പോഴും ഈ വലിയ സമ്പന്നന്മാർ, പെട്ടെന്ന് സമ്പന്നരാകുന്നവർ, സമ്പത്തിൽ പെട്ടെന്ന് അഭിരമിക്കുന്നവർ, റോൾസ് റോയ്സ് കാറുകൾ, ലംബോർഗിനി കാറുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നവർ, അവരൊക്കെ മാനസികാരോഗ്യത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നണം. അതിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും അവർക്ക് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതിൻ്റെയും കാരണം. ഇവിടെ റോയിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നു. പക്ഷേ ആ മരണക്കുറിപ്പ് അദ്ദേഹത്തിന് ഡയറിയിലായതുകൊണ്ട് അതിനെ മരണക്കുറിപ്പായിട്ട് കരുതാൻ കഴിയില്ല എന്ന് പറയുന്നു. ആ മരണക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല, അദ്ദേഹത്തിന് മരിക്കേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ബിസിനസ് ആരാണ് തുടർന്ന് കൊണ്ട് നടത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻകം ടാക്സിൻ്റെ ചോദ്യം ചെയ്യലുകൊണ്ടോ അതുകൊണ്ടായ മാനസിക സമ്മർദ്ദം കൊണ്ടോ മാത്രമല്ല, തൻ്റെ തന്നെ സ്വയം കൃതാനർത്ഥം കൊണ്ട്, അല്ലെങ്കിൽ താൻ തന്നെ വരുത്തി വെച്ച, താൻ തന്നെ സമ്പാദിച്ച പണത്തിൻ്റെ കണക്ക് തനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നുള്ളതാണ്. അപ്പോൾ പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് സത്യസന്ധമായിട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയണം. മാത്രമല്ല, പണത്തിൻ്റെ ആർഭാടം കാട്ടി, ധാരാളിത്തം കാട്ടി, അതിൻ്റെ ഒരു ധാരാളിത്തം കൊണ്ട് ആളുകളുടെ കണ്ണു മഞ്ഞളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇൻകം ടാക്സുകാർ, ഇ ഡിയുമൊക്കെ ഒരിടത്തുണ്ട് എന്നുള്ളത് കൂടി അതിസമ്പന്നർ ഓർക്കുന്നതും നല്ലതാണ്.